ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡിറ്റർമിനിങ് ഇക്വിലിബ്രിയം ഇൻകം ഇൻ എ ടു സെക്ടർ മോഡൽ ഓർ ഇൻകം ഡിറ്റർമിനേഷൻ യൂസിങ് ദി കെയ്നീഷ്യൻ ക്രോസ് മോഡൽ. The modern theory of income determination was developed by Keynes in his book The General Theory of Employment, Interest and Money. ഇൻകം ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട ആധുനിക സിദ്ധാന്തങ്ങൾ ഡെവലപ്പ് ചെയ്തത് JM കെയ്ൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകത്തിലാണ് ഇൻകം ഡിറ്റർമിനേഷനെ കുറിച്ച് വിശദീകരിക്കുന്നത്. കെയ്ൻസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ് ആസ് ദ കീ ടു അണ്ടർസ്റ്റാൻഡിംഗ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകമായിട്ട് കെയ്ൻസ് ഉപയോഗിച്ചത് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന കൺസെപ്റ്റിനെയാണ്. ഇഫക്റ്റീവ് ഡിമാൻഡ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് എ ഹൈ ലെവൽ. ഇപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കണം? വളരെ ഉയർന്ന ലെവലിൽ ആയിരിക്കണം. ദർഫോർ ഹി എംഫസൈസ്ഡ് ടു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ്, കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ടു സെക്ടർ മോഡലിൽ അഗ്രിഗേറ്റഡ് ഡിമാൻഡിന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്, കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും. The level of consumption depends on a particular level of income. ഒരു സമ്പദ് വ്യവസ്ഥയിലെ കൺസംഷൻ ലെവൽ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ലാഭത്തെയാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Expected profitability of new capital assets. Given the consumption function and a level of investment, the equilibrium level of income in the economy can be determined. ഈ കൺസംഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ഉപയോഗിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കണ്ടെത്താനായിട്ട് കഴിയും. ബേസ്ഡ് ഓൺ ദ അസംഷൻ ഓഫ് ടു സെക്ടർ ഇക്കോണമി ആൻഡ് കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഇൻകം. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് അസംഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് ടു സെക്ടർ ഇക്കോണമിയെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വരുമാന നിലവാരത്തിലും ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. The equilibrium income may be defined as the income where the total of the consumption and investment expenditures will be equal to the aggregate output. ഇനി എന്താണ് ഇക്വിലിബ്രിയം ഇൻകം അല്ലെങ്കിൽ സന്തുലിത വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻഡിച്ചറും കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയും അഗ്രിഗേറ്റ് ഔട്ട്പുട്ടും തുല്യമാകുമ്പോഴുള്ള വരുമാനത്തെയാണ് ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഓഫ് ദ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും കൂട്ടുമ്പോൾ കിട്ടുന്ന തുക, അതും അഗ്രിഗേറ്റ് ഔട്ട്പുട്ടും ഈക്വൽ ആയിരിക്കണം. അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് തന്നെയാണ് വരുമാനമായിട്ട് പറയുന്നത്. ഇക്വിലിബ്രിയം ഇൻകത്തെ കാണിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഡെഫിനേഷൻ കൂടി നമുക്ക് നോക്കാം. The equilibrium income as the income at which planned investment is equal to planned saving. പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും പ്ലാൻഡ് സേവിങ്ങും തുല്യമാകുമ്പോഴുള്ള വരുമാനത്തെയും സന്തുലിത വരുമാനം അഥവാ ഇക്വിലിബ്രിയം ഇൻകം എന്നാണ് പറയുന്നത്. ഇനി ഇൻകം ഡിറ്റർമിനേഷൻ്റെ ഒരു ഗ്രാഫാണ് പഠിക്കാനുള്ളത്. ഏതാണ് ഗ്രാഫ്? ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ഇൻകം ആണ്. അതുപോലെ വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് കൺസംഷൻ, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഇവിടെ വരച്ചിരിക്കുന്നത് y is equal to c plus s. ഇതൊരു 45 ഡിഗ്രി ലൈനാണ്. അതുപോലെ സി എന്ന് പറയുന്നത് കൺസംഷൻ ഫംഗ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ നമുക്കറിയാം ഇതൊരു ടു സെക്ടർ മോഡലാണ്. ടു സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റഡ് ഡിമാൻഡിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും വരും. അപ്പോൾ ഇവിടെ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷനെ കാണിക്കുന്ന ലൈനാണ് സി പ്ലസ് ഐ എന്ന് പറയുന്നത്. സി എന്നുള്ളത് കൺസംഷനാണ്, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് അഗ്രിഗേറ്റഡ് ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ y is equal to c plus s എന്നുള്ളത് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനാണ്. അത് ദേശീയ വരുമാനത്തിന് ഈക്വൽ ആയിരിക്കും. The C plus I curve is the aggregated demand curve because total demand is composed of consumption demand and investment demand. Then the diagram showing the determination of the equilibrium level of income based on the intersection of the 45 degree line and aggregated demand curve is known as the Keynesian cross. ഇനി ഇവിടെ നോക്കാം നമുക്ക് എന്താണ് കെയ്നീഷ്യൻ ക്രോസ്. അതായത് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കർവും അതുപോലെ തന്നെ 45 ഡിഗ്രി ലൈനും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ്റെ അടിസ്ഥാനത്തിൽ സന്തുലിത വരുമാനം നിർണ്ണയിക്കുന്ന ഗ്രാഫിനെ അല്ലെങ്കിൽ ഡയഗ്രത്തിനെ പറയുന്ന പേരാണ് കെയ്നീഷ്യൻ ക്രോസ്. Then the C plus I curve intersect the C plus S curve at E, giving the equilibrium income OY. ഇനി എങ്ങനെയാണ് വരുമാനം നിർണ്ണയിക്കുന്നത് എന്ന് നോക്കാം.
C+I കർവും അതുപോലെ C+S കർവും E എന്നുള്ള പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ആ E എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം. അതിനകത്ത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആയിരിക്കും. അതിനനുസരിച്ച് വരുന്ന ഇക്വിലിബ്രിയം ഇൻകമാണ് OY എന്ന് പറയുന്നത്. This is called the equilibrium level of income because aggregate demand and aggregate supply are in equilibrium. പിന്നെ ഇതിന് equilibrium level of income എന്ന് പറയാനുള്ള കാരണം എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. At no other points this equality condition is satisfied. ഓക്കെ, ഗ്രാഫിൻ്റെ മറ്റേതൊരു പോയിന്റ് എടുത്താലും ഈ ഒരു ഇക്വാളിറ്റി കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. Equilibrium requires a further condition to be satisfied, namely that any deviation from it will set in motion forces that will bring back to the original position. ഇനി ഇക്വിലിബ്രിയത്തിൻ്റെ മറ്റൊരു കണ്ടീഷൻ എന്താണ് പറയുന്നത്? ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്തൊരു ഡീവിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് ചെയ്യണം? മാർക്കറ്റ് ഫോഴ്സസ് തിരിച്ച് ആ ഒറിജിനൽ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ എത്തിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. The income levels less than OY, planned expenditure are greater than income. ഇനി വരുമാനം OY എന്ന ലെവലിനേക്കാൾ കുറവാണെങ്കിൽ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും, ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും. സിൻസ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഹയർ ദാൻ ദ ഔട്ട്പുട്ട് ഇറ്റ് വിൽ ഫോഴ്സ് ദ ഇക്കോണമി ടു എക്സ്പാൻഡ് ഔട്ട്പുട്ട് ആൻഡ് ഇൻകം. അപ്പോൾ ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡാണ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഔട്ട്പുട്ടും ഇൻകവും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. Similarly, at income levels above OY, aggregate demand is less than income. ഇനി വരുമാനം OY എന്ന ലെവലിനേക്കാൾ കൂടുതലാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻകത്തിനേക്കാൾ കുറവായിരിക്കും. ആൻഡ് ദർഫോർ ഔട്ട്പുട്ട് വിൽ ഹാവ് ടു ബി കർട്ടെയിൽഡ് ടു മാച്ച് ഇറ്റ് വിത്ത് ഡിമാൻഡ്. അപ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡിനെ മാച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. Equilibrium income could also be defined as that income where planned saving are equal to planned investment. ഇനി ഇക്വിലിബ്രിയം ഇൻകത്തിന് കൊടുത്ത മറ്റു ഡെഫിനേഷൻ എന്തായിരുന്നു? പ്ലാൻഡ് സേവിങ്ങും പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആകുമ്പോഴുള്ള വരുമാനത്തെയാണ് ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡയഗ്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് ഗ്രാഫ്. എക്സ് ആക്സിസിൽ ഇൻകം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഐ എന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണിക്കുന്ന കർവാണ്, എസ് എന്നുള്ളത് സേവിങ്സിനെ കാണിക്കുന്ന കർവാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ബ്രോട്ട് ഇൻ ടു ഇക്വിലിബ്രിയം ബൈ ദ ഇൻകം മെക്കാനിസം. ഇൻകം മെക്കാനിസത്തിലൂടെയാണ് സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും തുല്യമാക്കുന്നത്. Saving and investment are equal only at the equilibrium level of income. Equilibrium level of income അല്ലെങ്കിൽ സന്തുലിത വരുമാനത്തിൽ മാത്രമാണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തുല്യമാവുകയുള്ളൂ. An income which is neither rising nor falling. ആ ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. If the level of income is Y2, investment exceeds savings by I2 S2. അതായത് ഇവിടെ പറയുന്ന കാര്യം ഇൻകം Y2 ആണെന്ന് വിചാരിക്കുക. ഇൻകം Y2 ആണെങ്കിൽ ഏത് കൂടുതലായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സിനേക്കാൾ കൂടുതലായിരിക്കും. ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? I2 S2 എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇഫ് ദ ലെവൽ ഓഫ് ഇൻകം ഈസ് Y1, ഇനി ലെവൽ ഓഫ് ഇൻകം Y1 ആണെങ്കിൽ സേവിങ്സ് എക്സീഡ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ S1 I1. സേവിങ്സ് കൂടുതലായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും. ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് S1 I1 എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ലോ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഡിക്ലൈൻ ഇൻ ഇൻകം. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരുമാനം കുറയുന്നു ടിൽ ഇറ്റ് റീച്ചസ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയാണെങ്കിൽ വീണ്ടും എവിടേക്ക് തന്നെ എത്തും? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിലേക്ക് തന്നെ എത്തുന്നു. ഇൻ കെയ്നീഷ്യൻ അനാലിസിസ് ദ ഈക്വാളിറ്റി ബിറ്റ്വീൻ പ്ലാൻഡ് സേവിങ് ആൻഡ് പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അറ്റൈൻഡ് ത്രൂ ചേഞ്ചസ് ഇൻ ഇൻകം. ഇപ്പോൾ കെയ്ൻസിൻ്റെ വിശകലനത്തിൽ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റത്തിലൂടെ പ്ലാൻഡ് സേവിങ്സും പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഈക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അടുത്ത ടോപ്പിക്കാണ് ഡിറ്റർമിനിങ് ഇക്വിലിബ്രിയം ഇൻ എ 3 സെക്ടർ മോഡൽ. ഒരു 3 സെക്ടർ മോഡലിൽ എങ്ങനെയാണ് സന്തുലിത വരുമാനം നിർണ്ണയിക്കപ്പെടുന്നത്? The government sector is added to the business and household sector to make it a 3 sector closed model. ബിസിനസ് സെക്ടറും ഹൗസ് ഹോൾഡ് സെക്ടറും ചേർന്നതാണ് 2 സെക്ടർ മോഡൽ. അതിൻ്റെ ഒപ്പം ഗവൺമെൻറ് സെക്ടർ കൂടി ചേർക്കുമ്പോഴാണ് 3 സെക്ടർ മോഡലായിട്ട് മാറുന്നത്. ദ ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ടാക്സസ്. ഇപ്പോൾ 3 സെക്ടർ മോഡലിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സസും. ഗവൺമെൻറ് സ്പെൻഡിങ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആസ് വെൽ ആസ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്.
ട്രാൻസ്ഫർ പേയ്മെൻറ്റും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പർച്ചേസും ഉൾപ്പെടുന്നതാണ് ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് നൽകുന്ന സബ്സിഡികൾ, പെൻഷൻ, സ്കോളർഷിപ്പുകൾ, അതുപോലെ ഗ്രാൻറ്റുകൾ, അതിനൊക്കെയാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ എക്സോജനസ് വേരിയബിൾ. ഇനി ഗവൺമെൻറ് സ്പെൻഡിങ്ങിനെ ഒരു എക്സോജനസ് വേരിയബിൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് മീൻസ് ദാറ്റ് ഗവൺമെൻറ് സ്പെൻഡിങ് ഈസ് കോൺസ്റ്റൻറ്റ് അണ്ടിൽ ആക്ഷൻ ഈസ് ടേക്കൺ ബൈ ഗവൺമെൻറ് ടു ചേഞ്ച് ഇറ്റ്. അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഗവൺമെൻറ് അതിൽ മാറ്റം വരുത്താനുള്ള നടപടികൾ എടുക്കുന്നത് വരെയും അതിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. ഗവൺമെൻറ് മാറ്റം വരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാണ് ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ മാറ്റം വരികയുള്ളൂ. The equilibrium level of income in a three-sector model is determined by aggregate supply and aggregate demand. ഇപ്പോൾ 3-sector മോഡലിൽ സന്തുലിത വരുമാനം നിർണ്ണയിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് സപ്ലൈയും ചേർന്നാണ്. The aggregate supply is represented by the 45-degree line. അഗ്രിഗേറ്റ് സപ്ലൈനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് 45-degree ലൈൻ ഉപയോഗിക്കുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് നൗ ഇൻക്ലൂഡ്സ് ഗവൺമെൻറ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഇനി ഏതുകൂടി ചേർക്കണം? ഗവൺമെൻറ്റിൻ്റെ പർച്ചേസ് കൂടി ഉൾപ്പെടുത്തണം. 2-sector മോഡൽ എന്ന് പറയുമ്പോൾ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും മാത്രം വരുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഗവൺമെൻറ് സ്പെൻഡിങ്ങും കൂടി ചേരുമ്പോഴാണ് 3-sector മോഡലിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് വരുന്നത്. സോ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലൈൻ C+I+G. അഗ്രിഗേറ്റ് ഡിമാൻഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് C+I+G എന്നുള്ള ലൈന് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ സമ്മേഷൻ ഓഫ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ്. കൺസംഷൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെയും വെർട്ടിക്കൽ സമ്മേഷനിലൂടെയാണ് ഈ ഒരു ലൈന് ലഭിക്കുന്നത്. കൺസംഷൻ ഫംഗ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ് ആർ ദ പില്ലേഴ്സ് ഓഫ് ദ കെയ്നീഷ്യൻ ഇൻകം ഡിറ്റർമിനേഷൻ മോഡൽ. ഇനി കെയ്ൻസിൻ്റെ ഇൻകം ഡിറ്റർമിനേഷൻ മോഡലിൽ പ്രധാനപ്പെട്ട പില്ലേഴ്സാണ് കൺസംഷൻ ഫംഗ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ, ഗവൺമെൻറ് സ്പെൻഡിങ് എന്നിവ. The equilibrium level of income is determined by the intersection of the 45-degree line and the aggregate demand line C+I+G. 45-degree ലൈനും അതുപോലെ തന്നെ C+I+G എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും തമ്മിലുള്ള ഇൻ്റർസെക്ഷനിലൂടെയാണ് സന്തുലിത വരുമാനം നിർണ്ണയിക്കപ്പെടുന്നത്. ഇനി അതിൻ്റെ ഒരു ഗ്രാഫാണ്. ഗ്രാഫ് നോക്കാം. ഈ ഒരു ഗ്രാഫിൽ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് വരുമാനം അഥവാ ഇൻകമാണ്. വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ്. ഇനി ഇതിൽ സി എന്ന് പറയുന്നത് കൺസംഷൻ ഫംഗ്ഷനെ കാണിക്കുന്നു. C+I എന്നുള്ളത് 2-sector മോഡലിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ്. C+I+G എന്നുള്ളത് 3-sector മോഡലിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ്. 45-degree ലൈൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ കർവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 45-degree ലൈനും C+I+G കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് E1. അപ്പോൾ അതാണ് 3-sector മോഡലിൻ്റെ ഇക്വിലിബ്രിയം. ആ ഒരു ഇക്വിലിബ്രിയത്തിൽ നിർണ്ണയിക്കപ്പെടുന്ന വരുമാനമാണ് Y1. അതുകൊണ്ട് Y1 നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആയിട്ട് എടുക്കാം. ഇവിടെ സന്തുലിത വരുമാനം അഥവാ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം Y1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻകം Y1നേക്കാൾ കൂടുതലാണെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ അഗ്രിഗേറ്റ് ഡിമാൻഡിനേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് സപ്ലൈ എക്സീഡ്സ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഹെൻസ് ഔട്ട്പുട്ട് എക്സീഡ്സ് സെയിൽസ് ആൻഡ് ബിസിനസ് ഇൻവെൻ്ററീസ് ഇൻക്രീസ്. അപ്പോൾ ഇവിടെ എക്സസ് സപ്ലൈ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഔട്ട്പുട്ട് സെയിൽസിനേക്കാൾ കൂടുതലായിരിക്കും. സെയിലും അതിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് ഇൻവെൻ്ററീസ് വർദ്ധിക്കുന്നു. ഇൻവെൻ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വിൽക്കാൻ കഴിയാത്ത സാധനങ്ങളുടെ സ്റ്റോക്കിനെയാണ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെയിൽസ് കുറയുകയും ഔട്ട്പുട്ട് കൂടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിറ്റഴിക്കപ്പെടാത്ത സാധനങ്ങളുടെ സ്റ്റോക്കും കൂടുന്നു. കോൺസിക്വൻ്റ്ലി ഔട്ട്പുട്ട് ഡിക്രീസസ്. പിന്നീട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ ഔട്ട്പുട്ട് കുറയാനുള്ള സാധ്യതയും ഉണ്ട്. Then, if income level less than Y1, aggregate demand exceeds aggregate supply. അതുപോലെ വരുമാനം Y1നേക്കാൾ കുറവാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയേക്കാൾ കൂടുതലായിരിക്കും. Therefore, output is less than sales and business inventories decrease. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് സെയിൽസിനേക്കാൾ കുറവായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? ബിസിനസ് ഇൻവെൻ്ററീസ് കുറയുന്നു. As a consequence, output increases. പിന്നീട് വരുമ്പോൾ എന്താവും? ഔട്ട്പുട്ട് വർദ്ധിക്കും. സിൻസ് അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് അറ്റ് ഇൻകം ലെവൽ Y1. അപ്പോൾ ഇവിടെ Y1 എന്നുള്ള ഇൻകം ലെവലിൽ മാത്രമാണ് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമാവുകയുള്ളൂ.
ഔട്ട്പുട്ട് ഈക്വൽ സെയിൽസ് ആൻഡ് ദർ ഈസ് നോ ടെൻഡൻസി ഫോർ ഔട്ട്പുട്ട് ടു ചേഞ്ച്. അപ്പോൾ സന്തുലിത വരുമാനത്തിൽ ഔട്ട്പുട്ടും സെയിൽസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയും ഇല്ല. ദർഫോർ Y1 ലെവൽ ഓഫ് ഇൻകം ഈസ് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. അതുകൊണ്ടാണ് Y1 ഇൻകത്തിന് എന്തായിട്ട് പരിഗണിക്കുന്നത്? സന്തുലിത വരുമാനമായിട്ട് പരിഗണിക്കുന്നത്. ദസ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് എ 3 സെക്ടർ മോഡൽ ഈസ് Y is equal to C plus I plus G. അപ്പോൾ 3 സെക്ടർ മോഡലിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് Y is equal to C plus I plus G എന്നുള്ളത്. The equilibrium level of income in a 3 sector model can also be determined through saving investment approach. അപ്പോൾ 3 സെക്ടർ മോഡലിൽ സന്തുലിത വരുമാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടി സേവിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ചും ഉപയോഗിക്കാം. With this approach, I plus G must equal S plus T for income to be an equilibrium level. അപ്പോൾ ഈ ഒരു അപ്രോച്ച് പ്രകാരം സന്തുലിത വരുമാനം നിർണ്ണയിക്കപ്പെടുകയാണെങ്കിൽ I plus G എന്ന് പറയുന്നത് S plus Tക്ക് ഈക്വൽ ആയിരിക്കണം. I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, G എന്നുള്ളത് ഗവൺമെൻറ് സ്പെൻഡിങ് ആണ്, S സേവിങ്, T ടാക്സസ്. ഇനി ഇവിടെ C പരിഗണിക്കാത്തത് രണ്ട് ഭാഗത്ത് എന്ത് വരും? C വരും. അതുകൊണ്ട് അത് ക്യാൻസലായിട്ട് പോകുന്നതാണ്. Investment and government purchases are summed because they are injection into the income stream. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ് സ്പെൻഡിങ്ങും കൂട്ടാനുള്ള കാരണം എന്താണ്? അത് ഇൻകം സ്ട്രീമിലേക്ക് വരുന്ന ഇൻജെക്ഷൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ബോത്ത് ആർ കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ്. അതുപോലെ രണ്ടും എന്താണ്? അഗ്രിഗേറ്റഡ് ഡിമാൻഡിൻ്റെ ഘടകങ്ങളാണ്. An increase in government purchases has the same effect on aggregated demand and income as an increase in investment. ഗവൺമെൻറ് പർച്ചേസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിക്കുമ്പോൾ അഗ്രിഗേറ്റഡ് ഡിമാൻഡിലും ഇൻകത്തിലും ഉണ്ടാക്കുന്ന എഫക്റ്റ് തുല്യമായിരിക്കും. ദെൻ ടാക്സസ് ആൻഡ് സേവിങ്സ് ആർ സമ്മഡ് ബിക്കോസ് ദേ ആർ ലീക്കേജസ് ഫ്രം ദി സർക്കുലർ ഫ്ലോ. ഇനി ടാക്സും സേവിങ്ങും കൂട്ടാനുള്ള കാരണം എന്താണ്? അത് സർക്കുലർ ഫ്ലോയിൽ നിന്നുള്ള ലീക്കേജ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. The equilibrium condition of a 3 sector model can be also be stated as S plus T is equal to I plus G. ഇപ്പോൾ 3 സെക്ടർ മോഡലിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് എങ്ങനെ എഴുതാം? S plus T ഈക്വൽ ടു I plus G എന്നും എഴുതാം. ഇനി അതിൻ്റെ ഒരു ഗ്രാഫാണ്. എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ഇൻകം, വൈ ആക്സിസിൽ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സസ് ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ്. I plus G എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ കർവാണ്, S plus T എന്ന് പറയുന്നത് ലീക്കേജ് കർവാണ്. രണ്ട് കർവുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് E. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ വരുന്ന വരുമാനം Y. അതിനെയാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആയിട്ട് പരിഗണിക്കുന്നത്. Since government purchases represent an addition to aggregated demand for goods and services. അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അഗ്രിഗേറ്റഡ് ഡിമാൻഡിനുള്ള ഒരു അഡീഷൻ അല്ലെങ്കിൽ വർധനവായിട്ടാണ് ഗവൺമെൻറ് പർച്ചേസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഇൻ എ 3 സെക്ടർ മോഡൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ മോഡൽ. അതുകൊണ്ട് തന്നെ 2 സെക്ടർ മോഡലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 3 സെക്ടർ മോഡലിൽ സന്തുലിത വരുമാനത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. Thus the implication of a 3 sector model is that an increase in government purchases result in an increase in the equilibrium level of income. അപ്പോൾ 3 സെക്ടർ മോഡലിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അനുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് പർച്ചേസിൽ ഉണ്ടാകുന്ന വർധനവിൻ്റെ ഫലമായിട്ട് സന്തുലിത വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്